ഇന്ദ്രൻസേട്ടൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സിനിമകൾ ചെയ്തിരുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു നടനായതിനു ശേഷം അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ടോ? നമ്മളിതുപോലെ ഈ പറഞ്ഞൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടർമാർ അവരും നമ്മളെ വരട്ടും. അതിനേക്കാളും അവസ്ഥയായിരിക്കുന്ന സമയത്താണല്ലോ നമ്മൾ ഈ പെട്ടിയും ചുവന്ന് ഓരോ മല കയറി. നമുക്ക് ആവശ്യത്തിന് അന്നില്ലാത്തതൊക്കെ ഇന്ന് കിട്ടുന്നുണ്ട്, എല്ലാം ധാരാളമാണ്. പിന്നെ ഇനി അങ്ങനെ കാണിക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നടൻ്റെ നിറം കാണിക്കാൻ പിന്നെ ഞാൻ അഭിനയിക്കണം. ഇപ്പോഴും നമ്മുടെ പ്രായം കൊണ്ടായിരിക്കും ഇഷ്ടപ്പെടുന്ന നടി ഏത് നടനെന്ന് വെച്ചാൽ ശാരദ ശീല എന്ന് പറഞ്ഞു പോകും. അതൊക്കെ മാറി വേറെ വരുന്നുണ്ടെങ്കിൽ പോലും വലിയൊരു കോട്ടയ്ക്കകത്തൂടെയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് സിനിമയുടെ ഒരു ലോകം. ആ വാതിലിൽ കൂടെ തന്നെ കയറുന്നത്. അപ്പോഴും നമ്മളറിയാതെ കൂനിപ്പോകും. അങ്ങനെ അവരുടെ അടുത്ത് ഒന്നും നമ്മൾ പറയണത് പഴഞ്ചനായി പോകും, നമ്മൾ പറയണത് അവിടെ ചേരാത്തതാ എന്നൊക്കെ തോന്നിപ്പോകുന്നത്. അഭിനയിക്കുന്നവർക്കും ഉണ്ട്. ക്യാരക്ടറിന് അപ്പുറത്തേക്ക് ഒരു വ്യക്തിയാണല്ലോ ഇത് ചെയ്യുന്നത്. ഇന്ദ്രൻസേട്ടൻ ഒത്തിരി പറ്റിക്കപ്പെടാറുണ്ടോ? ഇല്ല, എൻ്റെ ആർത്തി കൊണ്ട് പറ്റിപ്പോകുന്നത്. വീട്ടുകാരും പറയാനുണ്ട് ഈ പൊമ്പിളരുടെ ഇടയിൽ ഇറങ്ങി പോയ കാര്യം. നിങ്ങൾ ഇനിയിപ്പം ഒരു ഉത്സാഹം തോന്നിയില്ല ഇങ്ങനെയൊക്കെ നമ്മൾ പോകണമെന്ന്? സിനിമ കൂടെ നന്നായിരുന്നാല് ഇല്ലെങ്കിൽ ഇതും കണ്ടുകൊണ്ട് കൊണ്ടുപോകാൻ ഒരുപാട് ആളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതൊക്കെ നിൽക്കും. എന്നിട്ട് മാനേജ് ചെയ്തങ്ങ് പോവും. അപ്പം എന്നിട്ട് നിന്ന് കള്ളച്ചിരിച്ചിരിക്കും. ഞാൻ പറഞ്ഞു ഇത് റിഹേഴ്സലിൽ പറഞ്ഞില്ലല്ലോ. അങ്ങനെയൊക്കെയാ, ഇതൊക്കെ പഠിക്കണം. ഇത് എന്തിൻ്റെ അത് കോമഡി മാറാനുള്ള പുള്ളിയാണ്. കുറച്ച് അപേക്ഷയോടാണ് പുള്ളിയുടെ അടുത്ത് ചോദിക്കുന്നത്. പുള്ളിയുടെ ഒരു രോഗമാണ് അത്. നമ്മള് കുറച്ച് കുറയ്ക്കാവോ ഡാനിയലെ വന്ന പയല്. ഈ ഇപ്പൊ ഇരിക്കുന്ന മൂത്ത മകനായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇതോ ഇളയത്. അല്ല, ഇവൻ അങ്ങനെ ഒരു അനിയൻ വേണം. പടം ഇഷ്ടപ്പെട്ട ആശാൻ ഒരു തംസം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ. നമസ്കാരം. അപ്പം എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് സിനിമ കാണൽ ഒന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഞാൻ ആശാൻ സിനിമ കണ്ട് കയ്യോടെ ആശാനെയും കൂട്ടരെയും പിടിച്ചു. ഒന്നും പറയാനില്ല കേട്ടോ. സിനിമ ഗംഭീര സിനിമ. ഇന്ദ്രൻസേട്ടൻ്റെ കരിയറിൽ ഇത്രയും അഭിനയം കാഴ്ചവെച്ച വേറെ സിനിമ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടാകാം. പക്ഷേ ഉടലൊക്കെ എൻ്റെ ഉദാഹരണമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി വേറെ ഒത്തിരി സിനിമകൾ, ഹോം അതിൻ്റെ ഉദാഹരണമാണ്, ഒത്തിരി സിനിമകൾ. പക്ഷേ ഇത് വേറൊരു രീതിക്ക് പിടിച്ച സിനിമയാണ് ഇന്ദ്രൻസേട്ടാ. ഒത്തിരി സന്തോഷം വെച്ചാൽ പ്രേക്ഷകർക്ക് ഇങ്ങനെ നിങ്ങൾ സിനിമകൾ തരുന്നതിൽ ഉള്ളുകൊണ്ട് പറയുന്ന. നിന്നെ കൂടെ ചേർത്താണ് പറയുന്നത് ഇന്ന് കൈയടിക്കുന്നത്. പക്ഷേ ഇവരെല്ലാവരും നിങ്ങളുടെ അഭിനയം കണ്ടിട്ടുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു എത്രയോ സിനിമകളാണ് അല്ലേ? നമ്മളെല്ലാം ഇന്ദ്രൻസേട്ടൻ എത്രയോ സിനിമകളുണ്ട്. ഇതിനകത്തൊരു ഡയലോഗുണ്ട്. ഈ സിനിമയിൽ ആ കൊടക്കമ്പിയുടെ കാര്യം പറയുന്നുണ്ട്. ആ സമയത്ത് അല്ലേ? ആ സമയം നമ്മൾ അപ്പോൾ ഒന്ന് ചുമ്മാ കൊടക്കമ്പി, അത് ഈ സിനിമയിൽ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുള്ളതാണ് ഇല്ലേ? ആ സീൻ അഭിനയിക്കുകയും ആ കൊടക്കമ്പി എന്ന് പറയുമ്പോഴും ഇന്ദ്രൻസേട്ടൻ്റെ പെട്ടെന്ന് ഓർമ്മ വന്ന് എന്നായിരിക്കും? നമ്മൾ കോസ്റ്റ്യൂം ചെയ്യുന്ന കാലമൊക്കെ തന്നെയാണ്. കൊടക്കമ്പിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളൊരു കാലമാണ് ഓർമ്മ വന്നത്. നമ്മളിതുപോലെ ഈ പറഞ്ഞൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടർമാർ അവരും നമ്മളെ വരട്ടും. അതിനേക്കാളും അവസ്ഥയായിരിക്കുന്ന സമയത്താണല്ലോ നമ്മൾ ഈ പെട്ടിയും ചുവന്ന് ഓരോ മല കയറി, ഓരോ കയറി പടി കയറിയൊക്കെ എന്തോരം അനുഭവിച്ചല്ലേ? എത്ര അനുഭവങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ? പക്ഷെ ഇന്ദ്രൻസേട്ടൻ നിങ്ങളൊരു വലിയ സംഭവം. ഇന്ദ്രൻസേട്ടാ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളോട് എന്താ പറയണമെന്നില്ല, എനിക്ക് അറിയില്ലാത്തതാണ്. നമ്മൾ ഒത്തിരി ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്, നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ കൊണ്ടൊക്കെ കഴിയൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ ലോഞ്ചിൽ മമ്മൂക്ക വിളിച്ച് ചേർത്ത് വിളിക്കുമ്പോൾ ഇന്ദ്രൻസേട്ടൻ്റെ പറഞ്ഞു, ഇന്ദ്രൻസേട്ടൻ്റെ ആ സിനിമയൊക്കെ മറ്റേ കുട്ടൻ്റെ ഷിംഗ അതിൽ ഞങ്ങൾ അഭിനയിച്ച ഒരുമിച്ച്. ആ സിനിമയെക്കുറിച്ച് മമ്മൂക്ക ഓർത്തിരുന്ന് പറയണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പടമൊന്നും അങ്ങനെ ഓടിയില്ല എന്നുള്ളൂ. പക്ഷേ അദ്ദേഹം എല്ലാ സിനിമയും കാണുന്നുണ്ട്, ഇതേപോലെ എല്ലാവരെയും വിളിക്കുന്നു. യെസ്, നിങ്ങളൊക്കെ അഭിനയിച്ച് വെച്ച് എല്ലാ സിനിമ മമ്മൂക്ക കാണുന്നുണ്ട്, വർക്ക് വെച്ച് അല്ലേ? അത് ഓർത്ത് വെച്ച് മമ്മൂക്ക പറയെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആരാ പറയുന്നത് അങ്ങനെയൊക്കെ? ആരുമില്ല. അതാണ് ഒരു നടന് വേണ്ട എല്ലാ ക്വാളിറ്റിയും തികഞ്ഞ ഒരാളെന്ന് പറയുമ്പോൾ. അതൊക്കെയാണ് നമുക്ക് നടന്മാരിൽ നമ്മൾ എപ്പോഴും
മുന്നിൽ നിൽക്കുന്നത് മമ്മൂക്കായും ലാലേട്ടനുമാണല്ലോ. ക്വാളിറ്റി, ആ ക്വാളിറ്റി കണ്ടു പഠിച്ചവരാണ് രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ ഉദാഹരണമാണ് ഇന്ദ്രൻസേട്ടൻ. അതിൻ്റെ ഉദാഹരണമായിട്ട് നിങ്ങളൊക്കെ തുടർന്ന് പോകണം കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും പ്രേക്ഷകരാണ് നമ്മൾ വളർത്തിയെന്നുള്ള ചിന്താഗതി മതി. ഞാൻ സിനിമയിലേക്ക് വരാം. എനിക്കിത് ഒത്തിരി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഇന്ദ്രൻസേട്ടാ ഈ പറഞ്ഞ പോലെ ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമ. ഇപ്പോൾ എന്നോടിപ്പോൾ തുടക്കം പറഞ്ഞു, അന്ന് തയ്ക്കാൻ പോകുന്ന സമയത്ത് പെട്ടി നോക്കുമ്പം എഡിയുടെ അസിസ്റ്റൻ്റെയും ഒക്കെ വഴക്ക് കേട്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതൊരു സിനിമ പറയുവാണ്, എന്താണ് സിനിമ അല്ലേ? ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻസേട്ടന് തോന്നി എന്താണ് ഈ സിനിമ ഇങ്ങനെയാണ് എന്ന് തോന്നി? അത് നമ്മുടെ അനുഭവം ഇതിനേക്കാളും ഉണ്ട്. എങ്കിലും ഈ ഡയറക്ടർ ഇത് അനുഭവിച്ചിട്ടുള്ളതിൻ്റെ ഒരു ഇതാണ് അദ്ദേഹം അത് മുറുകെ പിടിച്ചേക്കുന്നത്. അത് ഇനി ഇതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ ഈ അനുഭവിക്കുന്നവർക്ക് ഒരു വിഷയമുണ്ട് എങ്കിൽ അവർ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയാണ്. പക്ഷേ ഇത് പ്രതീക്ഷിച്ചോണം ഇനി ഒരാൾ വരാനെന്നുള്ളതാണ്. കഷ്ടപ്പാടാണ്, വലിയ മെസ്സേജ്. കഷ്ടപ്പാടാണ്. അതിന് അത്രത്തോളം നമുക്ക് അതിനെ ചേർത്ത് പിടിക്കാൻ പറ്റുമെങ്കിലേ നമ്മളത് ചെയ്യാവൂ എന്നുള്ളതാണ്. പണം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല സിനിമ എടുക്കാമെന്ന് പറയുന്നത്. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും കഴിവാണ് അല്ലേ? ഇന്ദ്രൻസേട്ടൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സിനിമകൾ ചെയ്തിരുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു നടനായതിനു ശേഷം അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ടോ? നടനായതിനു ശേഷം അങ്ങനെ ഉണ്ടായില്ലാണ്. അത് ഏതാണ്ടൊക്കെ കഴിഞ്ഞ് വന്നേയില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് അപ്പോഴും ഞാൻ കോസ്റ്റ്യൂമറൊക്കെ നിൽക്കുന്ന പോലെ നിന്നിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. ഇപ്പോഴും ഒരു പരിധിവരെ ഞാൻ അതുപോലെയൊക്കെ തന്നെ നിൽക്കുന്നത് ചിലയിടത്തൊക്കെ. അങ്ങനെ മാറണമെന്ന് തോന്നാത്തത്? അതിനപ്പുറത്തോട്ടൊരു കൊതിയൊന്നും ഇല്ല ഒന്നിലും. നമുക്ക് ആവശ്യത്തിന് അന്നില്ലാത്തതൊക്കെ ഇന്ന് കിട്ടുന്നുണ്ട്, എല്ലാം ധാരാളമാണ്. പിന്നെ ഇനി അങ്ങനെ കാണിക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നടൻ്റെ നിറം കാണിക്കാൻ പിന്നെ ഞാൻ അഭിനയിക്കണം. അത് സിനിമ അഭിനയിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോയി. ഇത് എന്തും മറുപടി അല്ലേ? കൃത്യമാണ്. സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അല്ല മറ്റ് ജീവിതത്തിൽ അഭിനയിച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവരൊക്കെ എങ്ങനെയുണ്ട്? അവരെല്ലാം നല്ല കുട്ടികളാണ്. ഏറ്റവും അലമ്പാരായിരുന്നു. അലമ്പ് രണ്ടെണ്ണത്തിന് നല്ല നുള്ളു കൊടുക്കുകയാണ്. രണ്ടും ഭയങ്കര കുടുംബന്മാരാ. അതല്ലേ? ഭയങ്കര ശല്യമായിരുന്നല്ലേ? അല്ലേ? എൻ്റെ ഒരു ശല്യമാ. ഇങ്ങനെ പിടിച്ചാൽ അതിൽ നിന്ന് പോവില്ല. ഇന്ദ്രൻസേട്ടനെ പിടിച്ചേക്കുമല്ലേ? എവിടെ പോയാലും ആശാനം ഇട്ട് കൊടുക്കുമല്ലോ. കോളേജിലൊക്കെ പോയി ആശാനം ഇട്ട് കൊടുത്ത്. മൂത്തമാനും ഇളയമോനും അങ്ങനെയാണ് ഇപ്പൊ. ഇത് മൂത്തത് ഇളയതല്ലേ? കൂടെ നിൽക്കും, കൂടെ നിൽക്കും. അല്ല ഇതൊക്കെ ഒരു സൗഹൃദം അല്ല അല്ലേ? തീർച്ചയായും. നമ്മൾ എത്രയോ ആർട്ടിസ്റ്റുകളുടെ കൂടെ നമുക്ക് ഇങ്ങനെ കൂട്ടിന് ഇപ്പം കിട്ടൂല ആരെയും. അവരുടെ റോള് കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ പോവില്ല. അവരവരുടെ ജീവിതവും സ്പീഡായില്ലേ ജീവിതമൊക്കെ. അപ്പോൾ അത് കാരണം നമുക്ക് പണ്ടത്തെ ഒരു താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും കൂടുതലും ഇപ്പം അടുത്ത് കിട്ടിയ എണ്ണത്തിന് രണ്ടുപേരല്ലേ? അതൊരു സ്നേഹമല്ലേ അല്ലേ? ഞങ്ങളുടെയും ഭാഗ്യം. പിന്നെ നമുക്ക് അങ്ങനെ ഇരിക്കാൻ തന്നെ പറ്റില്ലേ? എത്രയോ തിരക്കുള്ള ഒരു മനുഷ്യനാണ്. പണ്ട് ഈ സിനിമയിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പുള്ളി എന്ന സിനിമയ്ക്കകത്ത് ഞാൻ ഇന്ദ്രൻസേട്ടനും കൂടെ ഫോട്ടോ എടുത്തിട്ടുള്ള. അപ്പം അന്ന് ഞാൻ പറഞ്ഞു എൻ്റെ റോൾ മോഡലാണ് എനിക്ക് ആശാനാണ്. പക്ഷേ ഇത്രയും അടുത്ത് നിൽക്കാൻ പറ്റുമെന്നോ ഇത്രയും അടുത്ത് ഇടപെടാൻ പറ്റുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചില്ല. അന്ന് നമ്മൾ ഒരുമിച്ച് കൂട്ടിക്കിടന്നില്ലടാ. ജയിലിലായിരുന്നു ഞങ്ങള്. അശോകന്റെ നമ്മുടെ ജിജു അശോകന്റെ പടയില്ലേ പുള്ളി എന്ന് പറഞ്ഞിട്ട് ശല്യമില്ല. നമ്മൾ കുറച്ച് പേര് ഷോട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗുളിക കഴിക്കുമായിരുന്നു. എന്തിനാ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. സിനിമയിൽ നമ്മൾ അത്രയും റോൾ മോഡലായിട്ട് നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരാൾ തൊട്ട് മുമ്പിൽ നിൽക്കുകയാണ്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചേച്ചി വേണോ നിനക്ക് ഗുളിക? ഞാൻ പറഞ്ഞു വേണ്ട. ഞാൻ ഇത് എന്തിൻ്റെ അത് കോമഡി മാറാനുള്ള ഗുളിക. അങ്ങനെ ഒരു സാധനമുണ്ട്. അതാണ് കോമഡി മാറാനുള്ള ഗുളികയാണ്. അന്ന് ഇന്ന് ഇങ്ങനെ തന്നെയല്ലേ ഇതിലെ കഥാപാത്രം? ഈ പറഞ്ഞ പോലെ എല്ലാവരും കഥാപാത്രം ഒന്നിനൊന്നും മെച്ചമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ ഒരു സംവിധായകനാകണമെന്നുള്ളൊരു ആഗ്രഹം അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ കപ്പയായിട്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. കപ്പ വിളിച്ചിട്ട് ഇക്കാനെ ഫോണിൽ വിളിച്ചിട്ട് കപ്പ പറഞ്ഞിട്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആ ഒരു യാത്ര എല്ലാവരും സ്വപ്നമാണ്. സിനിമ എന്നുള്ളൊരു സ്വപ്നത്തിലേക്കാണല്ലോ പോകുന്നത്. ഇപ്പം കുറച്ച് സിനിമകളായി വന്ന സിനിമകളൊക്കെ ഹിറ്റടിച്ച് പോയിക്കൊണ്ട് കാലഘട്ടത്തിലുമാണ്. അഭിനയിച്ച സിനിമകൾ ഹിറ്റുകളാണ്. ഈ സിനിമയിലെ ഈ കഥാപാത്രം ഇത്രമാത്രം പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ആഴത്തിൽ
പതിയും എന്ന് ചിന്തിച്ചിരുന്നു ഈ കഥ കേട്ടപ്പോൾ? എൻ്റെ അടുത്ത് ജോൺ ചേട്ടൻ ഡയറക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ, നീ ഇതുവരെ ചെയ്തിട്ടുള്ള പരിപാടിയല്ല, വേറൊരു വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയാണ്. ഇത് കഴിയുമ്പോൾ നിനക്ക് അത്യാവശ്യം നല്ല പരിപാടികൾ, ക്യാരക്ടർ പരിപാടികൾ വരുമെന്ന് ചേട്ടൻ പറഞ്ഞു. ഞാൻ ചെയ്ത കാര്യം ഞാൻ തന്നെ നോക്കിയിട്ട് ഞാൻ വിലയിരുത്തിയില്ല. പക്ഷെ എനിക്ക് കുറച്ച് മെസ്സേജൊക്കെ വരുന്നുണ്ട്, കുറച്ച് പേര് ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്, പിന്നെ ADs കുറച്ച് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പം ഹാപ്പിയാണ് ദിവസമായിട്ട്. ഈ കഥാപാത്രം പറഞ്ഞ പോലെ കിട്ടിക്കഴിഞ്ഞപ്പം സന്തോഷം ഉണ്ടാവുന്നു, പക്ഷെ അപ്പോഴും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഏറ്റെടുക്കും. ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ചെയ്തിട്ട് തിയേറ്ററിൽ വരുമ്പോൾ ഇത് എങ്ങനെ റിയാക്ട് ചെയ്യും ആൾക്കാരെന്നുള്ള ആ ഒരു ഡൗട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഹാപ്പിയാണ്. ഇപ്പം എല്ലാ റിവ്യൂസിലാണെന്നുണ്ടെങ്കിലും നല്ലത് പറയുന്നുണ്ട്. ഇന്ദ്രൻസേട്ടിൽ നിന്നും ഉൾക്കൊണ്ട ഒരു പാഠം എന്തായിരിക്കും? പെരുമാറ്റം തന്നെയാണ്. ചേട്ടൻ ലൊക്കേഷൻ വന്നാലും പുള്ളിയുടെ പെരുമാറ്റം പരിപാടികളൊക്കെയാണ് നമ്മൾ കൂടുതൽ നോക്കിയത്. നമ്മളങ്ങനെ എനിക്കങ്ങനെ വേറെ പരിചയമൊന്നുമില്ല, പക്ഷെ പുള്ളിയായിട്ട് നല്ല കമ്പനി ആയപ്പോൾ പെരുമാറ്റം തന്നെയാണ് കൂടുതൽ. നിങ്ങൾ ഈ ലൊക്കേഷനാണ് ആദ്യം കാണുന്നത്? ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ സംസാരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഡീപ്പ് കമ്പനി ആയത് അതിലൊരുമിച്ച് സീനില്ലായിരുന്നു. അല്ല, ഒരുമിച്ചുള്ള സീൻ ഈ പടത്തിലാണ്, ഈ പടത്തിലാണല്ലോ, ഈ കൊണ്ടു നടക്കുവാണല്ലോ. ഈ മൂത്ത മകനായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അംഗീകരിച്ചോ? ഉറപ്പായിട്ട് പറയണ്ട, പ്രേക്ഷകർ കാണാതെ നന്നായിട്ട് ഉറപ്പിച്ചു പറയണം. മൂത്ത മകനായിട്ട് ഈ ഇപ്പൊ ഇരിക്കുന്ന മൂത്ത മകനായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇതോ ഇളയത് ഉറപ്പാണല്ലോ അല്ലേ? അല്ല, ഇത് പറയുമ്പോ ഒരു ചിരിയോടുകൂടെ അത് സീരിയസ് ആയിട്ടാ പറഞ്ഞത്. മൂത്ത മകനെ സീരിയസ് ഉണ്ടോ, പക്ഷെ ചിരിച്ചോണ്ടാ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മൂത്ത മകൻ ഇച്ചിരി കാര്യമൊക്കെ, ഇവൻ അങ്ങനെ ഒരു അനിയൻ വേണം, അത് ഉറപ്പാണ് അല്ലേ? അങ്ങനെ ഒരു അനിയൻ വേണം, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തേക്കണത്. ഇനിയിപ്പം ഒരു ഈ സിനിമയിലെ ഞാൻ നേരത്തെ ഈ സിനിമയ്ക്കുള്ള സിനിമയാണ് പറഞ്ഞിരിക്കുന്നല്ലേ, എല്ലാവർക്കും ഒരു പാഠമാണ്. നമ്മൾ എല്ലാവർക്കും സിനിമ, ഇപ്പോൾ ഇന്ദ്രൻസേട്ടൻ പറഞ്ഞ സിനിമ എടുക്കാൻ വരുന്നവർക്ക് ഒരു പാഠം, ഒരു മെസ്സേജും കൂടെയാണ് ഈ സിനിമ പറഞ്ഞിരിക്കുന്നത്. ഇത്തരം അനുഭവങ്ങൾ സിനിമയിലുണ്ടെന്ന് ഇപ്പോൾ കുറച്ച് സിനിമയായിട്ടുള്ളൂ, ഇത്തരം അനുഭവങ്ങൾ സിനിമയിലുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്? ചെല്ലത്തൊക്കെ മൊത്തത്തിൽ അങ്ങനെ പറയാൻ എനിക്കങ്ങനെ കണ്ട് പരിചയമൊന്നുമില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി പോകാറുള്ളൂ. പക്ഷേ ചിലതൊക്കെ എന്തൊക്കെയോ എഡീസിന് കിട്ടുന്നത്, ഇപ്പോൾ പടം ഷൂട്ട് തുടങ്ങി ചാർട്ട് പൊളിയുമ്പോഴത്തേക്കും, 5 ദിവസമൊക്കെ ചാർട്ട് പൊളിയുമ്പോഴത്തേക്കും അവർക്കാണ് ടെൻഷൻ കൂടുതൽ. കോസ്റ്റ്യൂം തന്നെ സമയത്ത് ആർട്ടിസ്റ്റിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു ദിവസം 5-6 ലക്ഷം രൂപയുടെ പരിപാടികളൊക്കെ കൊണ്ട് പോവുകയില്ല. അപ്പം ടൈമിന് അവിടെ പ്രാധാന്യം ഉള്ളതുകൊണ്ട് എഡീസിന് ചിലപ്പം പലപ്പോഴും കിട്ടാൻ ചാൻസ് ഉണ്ട്. സിംഗ് സൗണ്ട് ആണ് പിന്നെ പറയേ വേണ്ടല്ലോ. സിംഗ് സൗണ്ടിൽ അഭിനയിച്ചിട്ടുള്ളല്ലേ? അല്ല, രോമാഞ്ചം നിങ്ങൾ അഭിനയിച്ച അവിടുത്തെ ഒരു അവസ്ഥ, രോമാഞ്ച സിനിമയിലെ സിംഗ് സൗണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും ക്രൗഡിന്റെ ഇടയ്ക്കുള്ള സിംഗ് സൗണ്ട് കേൾക്കുമ്പോൾ അത് എഡിസിയുടെ ഒരു കഷ്ടപ്പാട് തന്നെ അല്ലേ? പിന്നെ സത്യം, തീർച്ചയായും എഡീസ് പ്രൊഡക്ഷൻ ടീം അവരെല്ലാവരും. അപ്പം കഴിഞ്ഞ ഇൻ്റർവ്യൂവിന് പ്രൊഡ്യൂസർ പറഞ്ഞായിരുന്നു, കാരണം രോമാഞ്ചത്തിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അപ്പുറത്തൊരു സെക്യൂരിറ്റി ചേട്ടൻ ഭയങ്കര കൂർക്കമ്പരിയാണ്, അത് ഭയങ്കര ഡിസ്റ്റർബ് ചെയ്തത്. അതുപോലെ പിന്നെ പുള്ളിയുടെ ഒരു ഫാനുണ്ട്, അത് ഭയങ്കര സൗണ്ടാണ്. രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് നൈറ്റ് ഷൂട്ടായിരുന്നു. അപ്പോൾ പിന്നെ അവസാനം നമ്മൾ പുതിയൊരു സൗണ്ടില്ലാത്ത ഫാൻ മേടിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്ഥിരം വഴക്കായിരുന്നു. ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊരുമിച്ച്, അത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അനസ്, അവൻ ഷൂട്ട് സ്റ്റാർട്ട് പറഞ്ഞ് റോളിങ് പറഞ്ഞു കഴിയുമ്പോൾ അവനവിടെ പോയി അല്ല, അതിനൊരു വേറെ കഥയുണ്ട്. കുപ്പി മേടിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ വൈഫിൻ്റെ അടുത്ത് പൈസ വെച്ചു. അപ്പം നേരത്തെ പൈസ സെറ്റ് ചെയ്ത് വൈഫിൻ്റെ കൊടുത്ത് ഒരു ദിവസം കൊടുത്തില്ല. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര വഴക്കായി. പ്രൊഡക്ഷൻ കണ്ടോട് പിറ്റേ ദിവസം ഓരോ പൈൻറ്റ് മേടിച്ച് പുള്ളി കൊടുത്ത് അടിച്ചു കഴിഞ്ഞപ്പം അപ്പോൾ വിചാരിച്ചെന്നാ വഴക്ക് കാണില്ലെന്ന്. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓണാ, പുള്ളി എടുത്തിട്ട് ഇടിക്കുക ചെയ്യുക, ഭയങ്കര വിഷയം. അത് മെനക്കേടായി. പിന്നെ അവസാനം ഷൂട്ട് കഴിയാറായപ്പോഴത്തേക്കും അവരൊരുമിച്ച് തുളക്കയൊക്കെ ഇട്ട് അനസിന് ടാറ്റയൊക്കെ കൊടുത്ത്, അനസിനെ ഇപ്പോൾ അവർ ദൈവം പോലെ കാണുന്നു. അല്ല, ഇങ്ങനെ ഈ ഫ്ലാറ്റുകൾ പോയി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ടല്ലോ, ഈ സിനിമ ഈ അനുഭവങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ടോ? പിന്നെ വേറെ കാര്യം വെച്ചാൽ നമ്മുടെ കേരളത്തിലല്ലായിരുന്നു ഷൂട്ട്, ചെന്നൈയിലായിരുന്നു. മലയാളികളാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, ഇവരുടെയൊക്കെ മൂന്നെന്താന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. എങ്ങനെ ഒന്നാമത്തെ കാര്യം അവന് തമിഴ് അത്ര ഫ്ലുവൻ്റ് അല്ല, അവൻ ഇങ്ങനെയൊക്കെയോ അവൻ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ ഷൂട്ടൊക്കെ മാറി നിൽക്കുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഒരു 2-3 മാസമൊക്കെ മാറി നിൽക്കുന്ന ചില ആർട്ടിസ്റ്റുകൾ ഷൂട്ട് നടക്കുന്ന തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുന്ന, നാടൻ ഫുഡ്, വീട്ടിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിക്കുന്ന, നമ്മൾ പടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച്, പക്ഷെ വേറൊരു ചില്ലിങ് മൂഡായിട്ടുള്ള സാധനമാണ്.
ഈ ഈ കഥാപാത്രം ഗംഭീരമായിട്ട് ചെയ്തേക്കുന്നതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ലാസ്റ്റ് ഇറക്കി വിടുന്ന ഒരു സമയത്തുള്ള ഒരു സീനുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ നമ്മളെ വഴക്ക് പറഞ്ഞ് വിടുന്ന ഒരു സാധനമുണ്ട് കേട്ടോ, ആ ടോയ്ലറ്റിൻ്റെ സാധനം. ഇനി സിനിമ കാണാത്ത ടോയ്ലറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തീരുമാനിച്ചു. ആ സീൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? അത് സീൻ പ്ലാൻ ചെയ്തതിൻ്റെത് ജോണേട്ടൻ പറഞ്ഞു, നീ അവിടെ നിന്ന് ഇങ്ങനെ സാധനമായിട്ട് വരുന്നു, അപ്പോൾ ആശാൻ ഇതാണ് ഡയലോഗ് എന്ന് പറഞ്ഞു. അപ്പോൾ റിഹേഴ്സൽ ചെയ്തപ്പോഴത്തേക്കും ഓക്കെ അത് ചെയ്ത്. പക്ഷെ ടേക്ക് ആയപ്പോഴത്തേക്കും ഈ കട്ട് വിളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനമുണ്ട്, അതായത് ഡയലോഗ് കഴിഞ്ഞാലും കട്ട് വിളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനമുണ്ട്. അവിടെ ഒരു സാധനം അങ്ങിടും കയ്യിൽ നിന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതൊക്കെ നിൽക്കും. എന്നിട്ട് മാനേജ് ചെയ്തങ്ങ് പോവും. അപ്പം എന്നിട്ട് നിന്ന് കള്ളച്ചിരി ചിരിക്കും. ഞാൻ പറഞ്ഞു ഇത് റിഹേഴ്സലിൽ പറഞ്ഞില്ലല്ലോ. ആ അങ്ങനെയൊക്കെയാ, ഇതൊക്കെ പഠിക്കണം. എന്നിട്ട് ഡബിൽ ചെയ്യാൻ തരാം. എന്നിട്ട് പിന്നെ ടേക്ക് എടുക്കുമ്പോഴത്തേക്കും ഞാനിത് കരുതിക്കൂട്ടി വയ്ക്കും മനസ്സിൽ. എന്നിട്ട് എന്തേലും പറഞ്ഞാൽ അതിന് അനുസരിച്ചുള്ള മറുപടി ഞാനും കൊടുക്കും. അപ്പോഴേക്കും അതോടൊക്കെ പഠിച്ച് അത് ഇവിടുന്ന് കിട്ടിയ ഏറ്റവും വലിയ പാഠമാണ്. ആശാൻ ശരിക്കും ഒരു ആശാൻ, തീർച്ചയായും ഒരു ആശാൻ തന്നെയായിരുന്നു സിനിമയില് മൊത്തത്തില്. സിനിമ പേര് പോലെ എല്ലാവരുടെയും ആശാനായിരുന്നു. അതെ, കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു അല്ലേ? അതെ. ആശാൻ കൊടുക്കുന്ന മാത്രമല്ല, കിട്ടുന്നത് അതുപോലെ മനസ്സറിഞ്ഞ് സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. ഈ കോസ്റ്റ്യൂമും ഈ ഗെറ്റപ്പും ഉണ്ടല്ലോ, അത് ഇൻട്രസ്റ്റ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഥയിൽ പറഞ്ഞു കഴിഞ്ഞപ്പം എങ്ങനെയായിരുന്നു ഉൾക്കൊണ്ടത്? നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പാണ്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ വേറെ രീതിക്കും വരുന്നുണ്ട്. ആ രണ്ട് ഗെറ്റപ്പ് എങ്ങനെയാണ്? അത് എനിക്ക് തോന്നുന്നു ഡയറക്ടറും നമ്മുടെ റോണക്സും കൂടെ പ്ലാൻ ചെയ്തു. അപ്പോൾ ഇതുവരെ ചെയ്യാത്ത മിക്കവാറുമുള്ള എൻ്റെ ഗെറ്റപ്പൊക്കെ റോണക്സ് ചെയ്തിട്ടുണ്ട്. നല്ല വ്യത്യാസമുള്ള ഗെറ്റപ്പൊക്കെ റോണക്സ് ചെയ്തിട്ടുണ്ട്. ഹോം മുതൽ ഇങ്ങോട്ട് മറ്റേ നമ്മളെ ആടുവതിലൊക്കെ റോണക്സാണ്. അപ്പം അങ്ങനെ റോണക്സ് ഡിസൈൻ ചെയ്ത് വെച്ചതാണ് ഈ മുടി. ഈ മുടി ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് കഥകളിക്ക് നമുക്ക് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടാണ്. മീശ മാത്രം ഇയാൾ സിനിമ തുടങ്ങുമ്പോൾ പഠിപ്പിക്കും. ഈ ഇപ്പോൾ ഇവർക്ക് ലൊക്കേഷനിൽ ഒത്തിരി അനുഭവങ്ങളുള്ള ആളുകളാണ്. ചിലപ്പോൾ നമ്മൾ പോയിരുന്നിട്ട് കുറേ സമയം ഇരിക്കേണ്ടത്, ചിലപ്പം മറ്റ് ആർട്ടിസ്റ്റുകൾ വരാതെ. ഇന്ദ്രൻ ചേട്ടനൊക്കെ ഒത്തിരി അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, കഥകൾ കേട്ടിട്ടുണ്ട്. ആ അനുഭവങ്ങളൊക്കെ ഇന്ദ്രൻ ചേട്ടൻ ഈ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കുറേയും കൂടെ ഇതിലേക്ക് ചേർക്കാമായിരുന്നു തോന്നിയിട്ടുണ്ടോ അനുഭവങ്ങൾ? ഇല്ലല്ല, അതിൽ ഒരുപാട് കുറേ കൂടെ ഉണ്ടായിരുന്നു. കുറേ കൂടെയൊക്കെ അല്ലേ നമുക്ക് ഒരുപാട് വിശാലമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. നമ്മളെ ഇങ്ങനെ സമാധാനം ധൃതി പിടിക്കാതെ അഭിനയിക്കാനുള്ളൊരു സ്പേസൊക്കെ ഡയറക്റ്റ് തന്നു. പക്ഷെ പടത്തിൻ്റെ നമുക്ക് പരിമിതി വെച്ച് പലതും അങ്ങനെ പോയി, കുറേയൊക്കെ ഒഴിവായി പോയി. ഇന്ദ്രൻ ചേട്ടനൊക്കെ ഒത്തിരി കാത്തിരുന്നിട്ടുണ്ടോ മറ്റ് ആർട്ടിസ്റ്റുകൾ വരാൻ വേണ്ടി ജീവിതത്തിൽ? ഇതിൽ വേറെ സെറ്റിലൊക്കെ അങ്ങനെ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ അങ്ങനെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ഒന്നും ആർട്ടിസ്റ്റുകളെ ഈ പറയുന്ന പോലത്തെ ബുദ്ധിമുട്ടുകളൊന്നും അവർ അറിഞ്ഞിരിക്കാൻ സാധിക്കും. ഈ സിനിമയല്ല ഞാൻ ഉദ്ദേശിച്ചത്, വേറെ പടങ്ങൾ ഒരാളെ എത്തിയില്ലെങ്കിലോ അല്ലെങ്കിൽ വരാതെ മാറിപ്പോയതൊക്കെ ഉണ്ടാവും ഒരുപാടുണ്ട്. അപ്പോഴൊന്നും ഇന്ദ്രൻ ചേട്ടനൊന്നും പറയില്ല. അല്ല, അവർ അവിടുത്തെ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് വരുന്ന എപ്പോഴും പ്രൊഡക്ഷൻ കൺട്രോളർക്കാണ്. അവർ മറ്റേ മാനേരെയും വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും വിടണ്ടേ. അവർ ഇപ്പോഴും ഒരുമിച്ച് കാണുന്നവരല്ല. അപ്പോൾ കുറേ പണി അവർക്കാണ് കൂടുതൽ, നമുക്കും ടെൻഷനാണ്. അവർ തമ്മിൽ ചേരാത്തവരാണെങ്കിൽ പണി കൂടുതൽ നോക്കും. ഇല്ലെങ്കിൽ അവർ തന്നെ പറഞ്ഞ് ഇവിടെ നടക്കാഞ്ഞിട്ടാണ് വിട്ടേക്കാം, അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരു പിള്ളേർ സെറ്റപ്പിലേക്കാണ് ഇന്ദ്രൻ ചേട്ടൻ മാറിയത്. കോളേജിൽ പോയാൽ ഡാൻസ് കളിക്കുന്നു, പെൺപിള്ളേരുടെ ഇടയ്ക്ക് ഇറങ്ങി പോകുന്നു. ഇന്ദ്രൻ ചേട്ടൻ തന്നെ മൊത്തം മാറി. വീട്ടുകാരും പറയാനുണ്ട് ഈ പെമ്പിള്ളേരുടെ ഇടയിൽ ഇറങ്ങി പോയ കാര്യം നിങ്ങൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ഒരുപാട് മാറി. ഇതൊക്കെ കണ്ടിട്ട് നാണമില്ല പിള്ളേരെ പോലെ പിള്ളേരുടെ കളിക്കുന്നത്. ഡാൻസൊക്കെ കളിച്ചത് ഇതൊക്കെ അല്ലേ കക്ഷികൾ. അല്ല ചേച്ചി ചോദിച്ചോ? അത് ചേച്ചി പാവം പേടിച്ചിരിക്കുമായിരിക്കും. ഇപ്പോൾ കയ്യിൽ നിന്ന് പോയി നോക്കിയിട്ട് ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും. കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായില്ലേ? കുഴപ്പമാണെന്ന് തോന്നി. കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായി ഇന്ദ്രൻ ചേട്ടൻ. അങ്ങനെ പോകില്ലാന്നറിയായിരിക്കും. എന്നാലും ഇച്ചിരി കൂടുതലുണ്ട് എന്നൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. പറഞ്ഞില്ല, പറയാൻ ഇതിനിടയ്ക്ക് ഒരു സമയം കിട്ടിയില്ല. പോയി ഉടനെ തിരിച്ചു വന്നു. പോയത് തിരിച്ചു വന്നു. പക്ഷെ ഇന്ദ്രൻ ചേട്ടാ ഒരു കോളേജിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ വേണമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മളൊരു സിനിമയുടെ പ്രൊമോഷൻ പോകുമ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കലാകാരന് വേണം. എനിക്ക് ഇന്ദ്രൻ ചേട്ടൊക്കെ സാധാരണ ഒരു ഇത്തരം ഒരു ഈ സിനിമയുടെ പ്രൊമോഷൻ പോലെ ചെയ്തേക്കണ പോലെ ഇന്ദ്രൻ ചേട്ടൻ വേറൊരു സിനിമയുടെ പ്രൊമോഷൻ ഇങ്ങനെ ക്യാമ്പസ് ഇങ്ങനെ ഒന്ന് വൈഡായിട്ട് ഇന്ന് വരെ വന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പോയിട്ടില്ല. ഇന്ന് വരെ പോയിട്ടില്ല.
വൈഭാഷ ആദ്യമായിട്ടാണ്. വൈഭാഷ കൈഭാഷ. ഇതുവരെ പോയിട്ടില്ല. ഇനിയിപ്പം ഒരു ഉത്സാഹം തോന്നിയില്ല ഇങ്ങനെയൊക്കെ നമ്മൾ പോകണമെന്ന്? സിനിമ കൂടെ നന്നായിരുന്നാല് ഇല്ലെങ്കിൽ ഇതും കണ്ടുകൊണ്ട് കൊണ്ടുപോകാൻ ഒരുപാട് ആളുണ്ട്. ഇതിൽ പാട്ടുണ്ടാക്കിയപ്പോഴത്തെ സിനിമയും ചെയ്തിട്ട് ഇതേപോലെ കൊണ്ട് നടക്കും. നമ്മൾ വിയർത്ത് നമുക്ക് തന്നെ അറിയാം ഇത് കുളമാണെന്ന്, എന്നിട്ടും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുണ്ട്. സിനിമ നന്നായാൽ അവർക്ക് തോന്നണം നമ്മൾ ചെന്ന് നമ്മൾ സിനിമ കാണുന്നത് അഭ്യർത്ഥിച്ച് അവർ സിനിമ കണ്ട് തൃപ്തിയാവാൻ കുഴപ്പമില്ല. അത്രത്തോളം ആയില്ലെങ്കിലും മോശമല്ലാത്ത സിനിമയാണെങ്കിൽ നമുക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് കുഴപ്പമില്ല. സിനിമ നല്ലതായിരിക്കണം. പിന്നെ ഇന്ദ്രൻസേട്ടൻ ഒത്തിരി പറ്റിക്കപ്പെടാറുണ്ടോ? ഇല്ല, എൻ്റെ ആർത്തി കൊണ്ട് പറ്റിപ്പോണതാ. ഈ തിരിച്ചറിവില്ലായ്മ പലയിടത്തും ചെന്ന് എല്ലാത്തിലും ചെന്ന് പെടും. ചിലതൊക്കെ കുഴപ്പം തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളൂ. അത് നമ്മുടെ തന്നെ കുഴപ്പമാണ്. നമ്മളിങ്ങനെ ഓരോന്ന് തിരിഞ്ഞിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാം അങ്ങനെ നോക്കൂലല്ലോ. വന്ന് വിളിക്കും എപ്പോഴാണ് എനിക്കിപ്പോഴും പറ്റുമ്പോൾ ഒരു ഡേറ്റ് അവർ പറയും, നമ്മൾ ആ ഡേറ്റിൽ പോകും. അത് പിന്നെ എങ്ങനെയുള്ള പടമാണെന്ന് ഒരു പരിധിവരെ നമ്മൾ അയക്കണ ഒരു സിനിമ ഉണ്ടാക്കാൻ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാക്കിയൊക്കെ ഒരാൾ വരുന്ന കഥ പറയുമ്പോൾ അത് ഇത്തിരി എന്തായാലും അയാളുടെ ലൈഫാണല്ലോ, നമുക്ക് അതുകൊണ്ട് എന്ത് വരാനാ എന്ന് ചോദിച്ചാൽ നമ്മൾ പോവും. ഒന്നും നോക്കില്ല. അവിടെ നമ്മൾ നിയമപ്രകാരം ഡേറ്റ് പറയും, അങ്ങ് പോയിക്കോ. ഒരു ബന്ധങ്ങൾ വെച്ച് നമ്മൾ ഒത്തിരി സിനിമയ്ക്ക് പോയിട്ട് അത് പിന്നീട് പരാജയങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇന്ദ്രൻസേട്ടൻ പിന്നീട് ചിന്തിക്കുമോ? ഇപ്പോൾ പറഞ്ഞു വന്നപ്പോഴാണ് പിന്നീട് ചിന്തിക്കുമോ അത് വേണ്ടായിരുന്നു, പക്ഷേ ബന്ധങ്ങൾ പോകുന്നതാണ് നല്ലതെന്ന് ചിന്തിച്ചിട്ടുണ്ട്? ഇല്ല അത് അത്രയും നേരം നമ്മളൊന്നും ചെയ്യാതിരിക്കും, ഒരു പക്ഷേ പോയില്ലെങ്കിലും. അപ്പം നമുക്കും വേണം, അത് സിനിമ നമുക്കും വേണം. പിന്നെ നന്നാവും എന്നുള്ളതേ ഉള്ളൂ. ഓരോരുത്തരെ സംവിധായകനാണ് സിനിമ, അയാളുടെ കാഴ്ചപ്പാടനുസരിച്ച് ആ സിനിമ വളരുകയോ തളരുകയോ ഒക്കെ ചെയ്യും. ഒരു കോമഡി കഥാപാത്രത്തിൽ നിന്നും ഒരു പെട്ടെന്നൊരു ചേഞ്ച് വന്നൊരു നടനാണ് ഇന്ദ്രൻസേട്ടൻ. കോമഡിയിൽ നിന്ന് പെട്ടെന്ന് ചേഞ്ച് വന്ന് പല സിനിമകളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ പറയാം. അത്തരം ഒരു ചേഞ്ച് വന്നപ്പം ഇനിയുള്ള കാലഘട്ടത്തിൽ ഇന്ദ്രൻസേട്ടൻ ചെയ്യണം, എനിക്കിങ്ങനെ ഈ ആർത്തി എന്ന് സിനിമയ്ക്ക് അഭിനയിക്കാനുള്ള ആർത്തിയാണ് ഒരു കലാകാരൻ. ഇന്ദ്രൻസേട്ടൻ ഇത് ചെയ്യണം, എനിക്കിങ്ങനെ ചെയ്യണം എന്ന് തോന്നുന്ന കഥാപാത്രങ്ങൾ മനസ്സിലേതായിരിക്കും ഉള്ളത്? അങ്ങനെയില്ല. ഒരു കഥ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അതിന് പുസ്തകങ്ങളിലൊക്കെ വായിക്കുമ്പോൾ അതിൽ നെടുന്തൂണായിട്ടൊരു കഥാപാത്രം നമുക്ക് അന്യമായിട്ട് മാറി നിൽക്കുന്നതാണെങ്കിൽ അത് കൊള്ളായിരുന്നു, അത് വെളുത്തൊരെണ്ണം കിട്ടിയെന്ന് തോന്നും. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നുന്നല്ലാതെ ഒന്നും കരുതി വെച്ചിട്ടില്ല, ഒന്നും കരുതി വെച്ചിട്ടില്ല. ഒത്തിരി ആളുകളോട് അഭിനയിച്ചിട്ടുണ്ട്, ഒത്തിരി ഡയറക്ടർമാരുണ്ട്, എല്ലാവരും നമുക്ക് വേണ്ടപ്പെടാം. പക്ഷെ നമുക്ക് നമ്മളാൽ കാത്തു സൂക്ഷിക്കപ്പെട്ട ഒരു 3-4 പേരുടെ പേര് പറയാൻ ആരുടെ പേര് പറയും? സംവിധായകരെ നമുക്ക് ആദ്യത്തെ മാസ്റ്റർമാർ തന്നെ മനസ്സിൽ വരുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും സിവി സാറ്, കമൽ സാറ്, പത്മനാഭൻ സാറ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, രാജസേന സാറ്, അവരൊക്കെ തന്നെ ആയിരിക്കും ആദ്യം വരിക. അത് ആ സമയത്തുള്ള സിനിമയിൽ അവർ വളരെ ചിട്ടയോടെ ചെയ്യുന്ന സിനിമകൾ വളരെ കുറച്ച് ദിവസം കൊണ്ടൊക്കെ, എത്ര കൂടിയാലും ഒരു മാസം കൊണ്ടൊക്കെ തീർക്കുന്ന സിനിമ വളരെ കൃത്യമാണ്. അതൊക്കെ ഇപ്പോഴും അങ്ങനെ നിൽക്കും മനസ്സിൽ. അപ്പോൾ എന്തുകൊണ്ടോ നമ്മളെ മനസ്സിൽ നിന്ന് അതിൻ്റെ മുകളിലേക്ക് ഒരുപാട് പേരെങ്കിലും ആദ്യം നമ്മളെ മനസ്സിൽ അങ്ങനെ വരുള്ളൂ. ഇപ്പോഴും നമ്മുടെ പ്രായം കൊണ്ടായിരിക്കും ഇഷ്ടപ്പെടുന്ന നടിയായത് നടനെന്ന് വെച്ചാൽ ശാരദ, ഷീല എന്ന് പറഞ്ഞു പോകും. അതൊക്കെ മാറി വേറെ വരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ അത് മനസ്സിൽ ആദ്യം പതിഞ്ഞു പോയതുകൊണ്ടായിരിക്കും എന്ന് പറയാം. കുറേ താരങ്ങളുടെ കൂടെ ഇപ്പം നമ്മൾ നായികമാരുടെ പേര് ഇപ്പോൾ പറഞ്ഞു, അന്നത്തെ ഇഷ്ടം. ഇപ്പോൾ പുതിയ നായികമാർ ഒത്തിരിയുണ്ട്, പുതിയ പിള്ളേർ വരുന്നുണ്ട്. പിള്ളേർ സെറ്റ് നമുക്കറിയാം, നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തേക്ക് പെർഫോമൻസ് ചെയ്യുന്ന ഇവരെല്ലാവരും അതെ. അങ്ങനെ കുറേ ആളുകൾ വരുന്നുണ്ട്. ഇവരോടൊക്കെ പണ്ടത്തെ കാലഘട്ടം വെച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വ്യത്യാസമുണ്ട്. ഇന്ദ്രൻസേട്ടൻ പറയാൻ എന്തായിരിക്കുള്ളൂ ഈ ഇപ്പോൾ വരുന്ന കാലഘട്ടത്തിലെ കുട്ടികളുടെ അടുത്ത്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് അവർ ചെയ്യണത് കാണുമ്പോൾ ഒരു അതിശയം തോന്നിയിട്ട് നിൽക്കാനേ തോന്നിയിട്ടുള്ളൂ. അങ്ങനെ അവരുടെ അടുത്ത് ഒന്നും നമ്മൾ പറയണത് പഴഞ്ചനായി പോവും, നമ്മൾ പറയണത് അവിടെ ചേരാത്തതാ എന്നൊക്കെ തോന്നിപ്പോകുന്നത്. അങ്ങനെ പറയാൻ ധൈര്യം വരില്ല. അങ്ങനെ നമ്മൾ അവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഒരു കാലഘട്ടത്തിൽ സെറ്റിൽ നിന്നും സെറ്റിലേക്കുള്ള യാത്രയായിരുന്നു ഇന്ദ്രൻസേട്ടൻ. ഞാനൊക്കെ ഒത്തിരി സെറ്റിൽ വന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ മീഡിയ പ്രവർത്തനം തുടങ്ങുന്ന കാലം തൊട്ട് ഹരീശ്രീ അശോകൻ ചേട്ടനൊക്കെയാണ് നമ്മളൊരു സിനിമാ മേഖല. അന്നൊക്കെ നമ്മൾ വന്ന് ഒരു സെറ്റിൽ നിന്ന് അന്ന് രാത്രി നിന്ന് അടുത്ത സെറ്റിലേക്ക് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, ഒരു ജീപ്പിൽ വരെ കൊണ്ടുപോയിട്ട് എനിക്ക് ഓർമ്മയിൽ വരുവാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഇടയ്ക്കൊരു ബ്രേക്ക് വന്നിട്ട് പിന്നെ ഇപ്പോൾ അതേ റൂട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബ്രേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻസേട്ടൻ എന്താ തോന്നിയത്? ഇടയ്ക്കൊരു ബ്രേക്ക് പോലെ വന്നിരുന്നു ജീവിതത്തിൽ. ആ സമയത്ത് കുറച്ച് കൂടുതൽ വായിക്കാനൊക്കെ പറ്റി, കുറച്ചുകൂടെ ഒന്ന്
എനിക്ക് തോന്നുന്നു ആ ബ്രേക്ക് ഒരു വേറെ രീതിയിൽ എനിക്ക് ഗുണം ചെയ്തു എന്ന് തോന്നുന്നു, പല രീതിയിലും. ഈ പറഞ്ഞ ഒരു ക്യാരക്ടർ മാറ്റമൊക്കെ പറഞ്ഞതൊക്കെ ആ ഒരു സാവകാശം കിട്ടിയതിൽ വന്ന് സംഭവിച്ചായിരിക്കാം. കുറേ വേറെ ചില മേളകൾ, വേറെ കുറേ സിനിമകൾ, നമ്മുടെ അല്ലാത്ത ഭാഷയുള്ള സിനിമകൾ, കുറച്ച് പുസ്തകങ്ങൾ, അതൊക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ അടുക്കാൻ പറ്റി. ഒരു എളിമ എന്നത് കൊണ്ടു നടക്കുകയാണ് മനസ്സിൽ, സ്വഭാവത്തിൽ, നടത്തത്തിൽ, ഇരുത്തത്തിൽ, സംസാരത്തിൽ. അതറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു എപ്പോഴോ നമ്മൾ പണ്ടത്തെ നാടകത്തിൽ ഒരു സിനിമ ഒരു ഭയങ്കര ഇതല്ലേ, വലിയൊരു കോട്ടയ്ക്കകത്തൂടെയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് സിനിമയുടെ ഒരു ലോകം. അവിടെ ഒരു നടനോ സംവിധാനമോ കയറിപ്പോണോ വാതിലിലൂടെയല്ല ഞാൻ കയറി വന്നത്. ഞാൻ വേറൊരു ഊട് വഴി കൂടെ സൈഡിലൂടെയൊക്കെ വന്നതാണ്. അപ്പം അവരുടെ മുമ്പിൽ ഇങ്ങനെ പണ്ടത്തെ നാടകത്തിലെ ചാത്തൻ്റെ ഒരു കഥാപാത്രം എങ്ങനെ നിൽക്കും അങ്ങനെയൊക്കെ ശീലിച്ചതാണ്. അത് ശരിക്കും അറിയാതെ തന്നെ നമ്മൾ കൂനിപ്പോകുന്നതായിരിക്കും. എനിക്ക് അതല്ലാതെ ശീലമില്ല. അപ്പോൾ അങ്ങനെ നിന്നാണ് നമ്മൾ കുറച്ചുകൂടെ, പിന്നെ ഒരുപാട് വൈകിയാണ് ആ വാതിലിൽ കൂടെ തന്നെ കയറുന്നത്. അപ്പോഴും നമ്മൾ അറിയാതെ കൂനിപ്പോകും. ഒരു പക്ഷേ അത് കള്ളത്തരമായിരിക്കും, നിലനിൽപ്പിന് അന്ന് ചെയ്തതായിരിക്കും, പക്ഷെ അതെന്തെനിക്ക് ശീലമായിപ്പോയി. അപ്പം ഇത് കള്ളത്തരാണോ എന്ന് വെച്ചാൽ ആയിരിക്കാം, പക്ഷെ എന്നോ ഞാനത് സ്വീകരിച്ചു പോയി. അതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല. ഇങ്ങനെ അഭിനയിക്കണം, അതാണ് ആദ്യം പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കണം, സിനിമ ഇഷ്ടം പോലെ. പക്ഷെ അത് സത്യസന്ധമായിട്ട് മറുപടിയാണ് കേട്ടോ. ഒരാരും പറയാത്ത അന്ന് അങ്ങനെ ഞാൻ ചെയ്തത് നിലനിൽപ്പിന് വേണ്ടി ആയിരിക്കാം എന്ന് തുറന്ന് പറഞ്ഞിട്ട് പറയാണ്. അത് അംഗീകരിക്കില്ല. ആരംഗീകരിക്കാനാ തോന്നുന്നു? ആലോചിച്ചേക്ക്, നമ്മൾ ആരെങ്കിലും അംഗീകരിക്കുമോ? ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ പോലും അംഗീകരിക്കത്തില്ല കാര്യം. മക്കൾ പോലും അംഗീകരിക്കില്ല ആ സംസാരം. ഒരു ഈ സിനിമയുടെ പോസ്റ്ററിൽ തന്നെ വലിയ വ്യത്യാസമായിരുന്നു, വലിയൊരു പോസ്റ്റർ തന്നെ. സിനിമ മൊത്തം കാണിച്ചുകൊണ്ട് അത് ഭയങ്കര രസമായിരുന്നു. അപ്പം തന്നെ നമുക്ക് സിനിമയ്ക്കുള്ള സിനിമയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ ഫ്ലാറ്റിൽ വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീൻ, നമ്മൾ ഇന്ദ്രസേട്ടും കൂടെ പോയിട്ട് മറ്റേ പരിപാടികളൊക്കെ നടക്കും, ഷൂട്ടിങ് സിങ്സ് ഔട്ടാണല്ലോ. അപ്പം നമ്മുടെ മറ്റേ നടൻ്റെ പേര് നടൻ ഉണ്ടായിരുന്നല്ലോ, നമ്മളെ വലിക്കുന്ന ഉണ്ണിച്ചേട്ടൻ ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ. അത് സ്വാഭാവികമായിട്ട് നമുക്ക് ആർക്കും ചിരി വരും. അപ്പം ഉണ്ണിച്ചേട്ടൻ്റെ വൈഫാണ് മരിച്ചു പോകുന്നു ചോദിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, കാറ്റ് പോകുന്നു. ആ സീൻ എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു നമുക്കുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സീൻ എടുത്തപ്പോൾ ആ സിറ്റുവേഷൻ ഒന്ന് പറയാമോ നിങ്ങൾ രണ്ടുപേരും കൂടെ? ഇയാൾക്കാണ് എൻ്റെ ചുമതല. ഞാൻ സഹായിക്കാൻ ചെന്നിട്ട് കൂടുതൽ കുളമാക്കുന്നതാണ്. ഇയാൾക്ക് തെറിയാപ്പിക്കാൻ. അത് ഇയാൾക്ക് സിനിമ അറിയില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അത് ഇയാളെ ഒതുക്കി നിർത്താനും പറ്റുന്നത്. ഒരു പൊടിക്ക് അടങ്ങ് കേട്ടോ. കുറച്ച് അപേക്ഷകളാണ് പുള്ളിയുടെ അടുത്ത് ചോദിക്കുന്നത്. പുള്ളിയുടെ ഒരു രോഗമാണ് അത്. കുറച്ച് കുറയ്ക്കാവോ ഡാനിയലെ? നിഷ്കളങ്കമായിട്ടാണ് ചോദിക്കുന്നത്. ഭയങ്കര ചോദ്യം. പിടിച്ചു നിർത്താം. അതാണ് ഏറ്റവും പൊളിയായി, പിടിച്ചു നിർത്താം. കാറ്റ് പോകുന്നത് പിടിച്ചു. അല്ല, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ നമുക്ക് ആലോചിച്ച് ഇരുവന്റെ സാധനങ്ങൾ ഇതൊക്കെ. അത് എനിക്കാ ചിരി ഇപ്പം നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത് എടുത്ത് ചോദിച്ചു. അങ്ങനെ എത്രയോ പ്രേക്ഷകരുടെ മനസ്സിൽ കുറേ സാധനങ്ങൾ കിടപ്പുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, അല്ലേ? ഒത്തിരി സാധനമുണ്ട്. പിന്നീട് എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുമോ, നമ്മൾ സിങ്സ് ഔട്ടിൻ്റെ സമയത്ത് ലാസ്റ്റ് ഇന്ദ്രസേട്ടൻ ഒട്ടക്കി പോയി കഴിഞ്ഞിട്ടൊരു സാധനങ്ങളുണ്ടല്ലോ, പുള്ളി വൈഫ് മിക്സ് അടയ്ക്കുന്നത്, അങ്ങനെ. പിന്നെ ആ മ്യൂസിക് പോലെ എല്ലാം കൂടെ ചേർന്ന് ഒരു സാധനമുണ്ട്. നമുക്ക് ആ സാധനം നമുക്കൊരു സിനിമയിലേക്ക് ഇങ്ങനെ എടുക്കാവുന്ന രീതിക്ക് കൊണ്ടുവരുന്ന ഒരു സാധനമുണ്ട്. അത് മൊത്തത്തിൽ അവിടെ ഒരു സംസാരം ഉണ്ടായി കാണുമല്ലോ. പിന്നീട് നിങ്ങൾ തമ്മിലൊക്കെ ഒരു സംസാരം ഉണ്ടായി ആ ഒരു സാധനത്തിൽ. അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു, സിനിമയിലുള്ളതാണ്. സിനിമയിൽ അത് ഷൂട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ജോണേട്ടൻ പറഞ്ഞായിരുന്നു, ഈ വാഷിംഗ് മെഷീൻ, മിക്സി, ബാക്കിയുള്ള ഉപകരണങ്ങൾ വെച്ചിട്ട് ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തിട്ട് പോവാന്നുള്ളത്. അത് ഭയങ്കര രസമായിരുന്നത്. അത് ഷൂട്ട് സമയത്താണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതായത് ആ ഇൻട്രോൽ പഞ്ചിലെ സാധനങ്ങളെല്ലാം കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓൾറെഡി പ്ലേ ചെയ്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. ഈ തിലകൻ ചേട്ടൻ്റെ അതേ രീതിക്ക് തന്നെയാണ്
ഷോബി ഒട്ടും മാറ്റം പിന്നെയും തെറ്റിച്ച്. നമുക്ക് ആ ലുക്കൊക്കെ ചില സമയത്ത് കിട്ടുന്ന നോട്ടവും ആ ലുക്കും ആ വന്ന് ഇരുന്നിട്ടുള്ള ആ സ്റ്റെപ്പിൽ വന്നിട്ട് ഇരുന്നിട്ടുള്ള കുറച്ച് ഡയലോഗുകളും അത് നിങ്ങൾ അവിടെ സംസാരിച്ചിട്ടുണ്ടോ? ആ പിന്നെ സംസാരിക്കാൻ പറ്റുമായിരിക്കും. ഈ മീശ എടുത്തപ്പോൾ തന്നെ നമ്മൾ ദൂരെ നിന്ന് നോക്കും, കറക്റ്റ് തിലകഞ്ചേട്ടൻ ഇരിക്കും പോലെ തന്നെ ഒന്ന് നോക്കണം. അങ്ങനെ തന്നെ ചില ചലനങ്ങളൊക്കെ അയാളെ ഇരിപ്പും. നമ്മൾ പുള്ളിയെ കാണുമ്പോൾ പ്രഭാകര ഇടയ്ക്കിടയ്ക്ക് മുഖത്തോക്കി വിളിക്കാറുണ്ടായിരുന്നു. ഇന്ദ്രസേട്ടനൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, തിലകഞ്ചേട്ടനുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു സാധനം പറഞ്ഞ് ഷോബിയായിട്ട് സംസാരിച്ചിരുന്നു, അവിടെ വെച്ച് സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞേക്കണം? നമ്മളിങ്ങനെ പറഞ്ഞു കറക്റ്റ് സാർ നോക്കുമ്പോഴൊക്കെ തന്നെ ഉണ്ട് കേട്ടോ, നിങ്ങളെന്നൊക്കെ പറയും. പുള്ളിക്ക് അറിയാം, അത് നല്ലൊരു ക്യാരക്ടറായിരുന്നു. പുള്ളി ഭയങ്കര ഒരുപാട് അഭിമാനത്തോടെ പുള്ളി, അതെ പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട്. പിന്നെ എത്ര നാളായി ഇത്ര നല്ലൊരു ക്യാരക്ടറിന് കഥാപാത്രം, അദ്ദേഹമൊക്കെ എന്തായാലും നടനാന്ന് തെളിയിച്ചില്ല ഈ സിനിമയിൽ. കഥാപാത്രങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ്, പക്ഷെ കൊടുത്താൽ ഗംഭീരമായിട്ട് ചെയ്യുമെന്ന് തെളിയിച്ചു ഈ സിനിമയിൽ. ഇവർക്ക് കഥാപാത്രം കിട്ടുന്നില്ലാത്തത് കൊണ്ടാണ്, അത് തെളിയിച്ചു. പിന്നെ നമ്മുടെ അടുത്ത സുഹൃത്താണ് സൂപ്പർ സ്റ്റാറായിട്ട് അഭിനയിച്ചത്, പറയേണ്ട കാര്യമില്ലല്ലോ. പറയണ്ടോ, നമ്മുടെ നാട്ടുകാരനല്ലോ. ഒരു സിനിമ എന്നൊരു കൊതി കൊണ്ടാണ് ഇടുക്കിയെന്നും കൂടി വണ്ടി കയറിയ ആളാ. അറിയാം, നേരത്തെ അറിയൂ നിങ്ങൾക്ക്. പിന്നെ വാഴക്കുളത്ത് പൈനാപ്പിൾ കൃഷിയായിട്ട് നടന്ന സിനിമയിലേക്കുള്ള ഒരു കൊതി കൊണ്ട് വന്ന് വിട്ടിട്ട് ഈ സിനിമയിൽ സൂപ്പർ സ്റ്റാറായിട്ട് അഭിനയിച്ചിട്ട് പോയി. അതും ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു അല്ലേ? സിനിമയിൽ വന്നിട്ട് 14ാമത്തെ വർഷം പുള്ളി വിപിൻ ചേട്ടൻ. വിപിൻ 14 വർഷമായി സിനിമയിൽ വന്നിട്ട്, ഇപ്പോഴൊരു നല്ല സിനിമയിൽ 14ാമത്തെ വർഷത്തെ സൂപ്പർ സ്റ്റാറായി. അത് ശരിയാ, അങ്ങനെ തന്നെ ഒരു വേഷം കിട്ടി. അതിലെ ഏറ്റവും വലിയ സിറ്റുവേഷൻ ആ ക്യാരവാനിലൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ സിനിമ കണ്ടവർക്കറിയാം, അതുകൊണ്ട് ഞാൻ സിനിമ കാണാത്തവരുള്ളുണ്ട്. ആ ക്യാരവാനിലൊരു സീൻ സൂപ്പർ സ്റ്റാറും പ്രൊഡ്യൂസറും ഡയറക്ടറായിട്ടൊരു സീൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്, സിനിമയിൽ നടക്കുന്നതാണ്. ഇവർ ചങ്കൂറ്റത്തോടി തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതിനാണ് ഇതിൻ്റെ ഡയറക്ടറിന് ബിഗ് സല്യൂട്ടാണ് അല്ലേ? ആയിരിക്കും. പിന്നെ എന്തെങ്കിലും അനുഭവം ഇല്ലാതെ ആളത് ചെയ്യൂലല്ലോ, ഒരിക്കലും ചെയ്യില്ല. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, ഞാൻ ഇന്ന് ഡയറക്ടർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം, ഒരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കുറേ ഉണ്ടാവും ഈ സിനിമാ മേഖലയിൽ. അതെല്ലാം ഇതിൽ ചേർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും അത്തരം സീനുകൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഉണ്ടാക്കി ചെയ്യാനൊന്നും പറ്റില്ല. അനുഭവങ്ങളാണ് പാഠം എന്ന് അല്ലേ? അനുഭവങ്ങൾ നമ്മുടെ ഗുരു. ഇന്ദ്രസേൻ്റെ അനുഭവം എന്താണ്? ജീവിതം തന്നെ, ഇതുപോലെ ജീവിതം തന്നെയാണ് പിന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓരോ ജീവിതം കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ പഠിക്കുന്നത്. ഒരിക്കലും നടനാവുമെന്ന് തീരുമാനിച്ച ഒരാളല്ലായിരുന്നല്ലോ, ഇനി നടനിൽ നിന്ന് മാറാനും പറ്റില്ലല്ലോ. പറ്റുമോ? രണ്ടർത്ഥമുണ്ട് ഇങ്ങനെ കുലിക്കുക. എപ്പോഴും വേണേലും മാറാം, പിന്നെ എപ്പോഴും വേണേലും ആവാം. ഇത് കുഴപ്പമില്ല, അങ്ങനെ പോകും. തയ്യൽ കട എന്നുള്ള സാധനം ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ, അനിയന്മാരൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ജയൻ അളിയും കോസ്റ്റ്യൂം ചെയ്യുന്നുണ്ട്. അവിടെയൊന്നും എനിക്ക് ഇനി അങ്ങോട്ട് റോളില്ല, എന്നാലും നമുക്ക് ജീവിതത്തിൽ കോസ്റ്റ്യൂം ചെയ്യാൻ ആളുകൾ വരുമ്പോൾ ഇന്ദ്രസേട്ടുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. ഇന്ദ്രസേട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഫീൽ എങ്ങനെയാണ്? അവരുടെ അടുത്തൊക്കെ സ്നേഹമാണ്, പക്ഷെ പലരും അലസരാണ് ഇത്. കാരണം ഇപ്പം അവരുടെ കയ്യിൽ പണ്ടത്തെ പോലെ, ഞാൻ പണ്ടത്തെ പോലെ ഇപ്പം ചെയ്യാൻ നോക്കില്ല, പക്ഷെ എന്നാൽ ആവശ്യമുള്ളതാണ്. പലർക്കും തയ്യലിനെ കുറിച്ച് അറിയുന്നവരല്ല, എല്ലാം ഡിസൈനിങ് പഠിച്ചവർ അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊടുത്തുകൊണ്ടിട്ട് തരും. ഇത് പാകമാണോ എന്ന് പോലും നോക്കൂല. ഡയറക്ടർമാരെ കാണിച്ച് സെലക്ട് ചെയ്യും. അതൊക്കെ അത് ശരിയല്ല എന്ന് തോന്നുന്നു. സെലക്ട് ചെയ്തോട്ടെ, പക്ഷേ ഈ വരുന്ന ആർട്ടിസ്റ്റ്, ക്യാരക്ടറാവുന്ന ആർട്ടിസ്റ്റിന് ഒരു ഇതുണ്ട്. നമ്മളിപ്പോൾ ഇഷ്ടമില്ലാത്തോ നമുക്ക് ഇണങ്ങാത്ത ഒരു ഷർട്ടോ ഇട്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധ അതിലേക്ക് പോകും. അത് അഭിനയിക്കുന്നവർക്കും ഉണ്ട്. ക്യാരക്ടറിന് അപ്പുറത്തേക്ക് ഒരു വ്യക്തിയാണല്ലോ ഇത് ചെയ്യുന്നത്. അവരെ കംഫർട്ടാക്കാൻ പറ്റുന്ന ഉപാധികളിൽ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല പലരും. ഒരുപാട് പേര് നല്ല ആൾക്കാരുണ്ട്, ചെറുതാണ് എങ്കിൽ പോലും. ഇപ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പെട്ടെന്ന് പെൻഡിങ് എടുത്ത് തന്നെ കാണൂലല്ലോ എന്ന് പറയുന്ന പോലെ ഒരു സൂചിയോ കത്രിയോ ഒന്നും കോസ്റ്റ്യൂമറേലും കാണൂല. പണ്ട് ഈ പറഞ്ഞ പോലെ ഈ ഇങ്ങനെയായിരുന്നു ചെയ്തത്. അപ്പോൾ വഴക്ക് കേൾക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി കാണൂല ഇന്ദ്രൻ ചേട്ടൻ? പിന്നെ ഇപ്പോഴും ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇഷ്ടമില്ലെങ്കിൽ നമ്മളായാലും പറയില്ലേ, എനിക്ക് ഇടാൻ പറ്റില്ല, ഇത് എന്നാലും സെലക്ട് ചെയ്തായിക്കോട്ടെ, എൻ്റെ പാകത്തിലിതാ എന്നുള്ളൊരു വിഷയം കിടപ്പുണ്ടല്ലോ. അങ്ങനെ ഉണ്ടാവും. അത് പണ്ടുള്ളവർക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമല്ലേ. അതെ 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 അതെ. നമ്മൾ ഇപ്പോഴും പറയുന്നവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. പണ്ടൊക്കെ ഭയങ്കരമായിട്ട്. പിന്നെ എപ്പോഴും ഉള്ളവരും ഡയറക്ടർ പ്രൊഡ്യൂസറിന് ഭയങ്കര കമ്പനി ആയിരിക്കും. പണ്ടത്തെ പോലെ ഒരു പ്രൊഫഷണലിസം അല്ല ഇപ്പോൾ. അതുകൊണ്ട് ആർട്ടിസ്റ്റ് ഒറ്റപ്പെട്ടു പോകും.
അയാൾ ഭയങ്കര ശല്യം, അല്ലെങ്കിൽ അവർ ഭയങ്കര ശല്യം എന്ന് പറയും അവർ. ആ മറ്റവരെല്ലാം ഗ്യാങ്ങായിരിക്കും. ക്യാരക്ടറുള്ള ഈ ക്യാരവാൻ ഉള്ളതുകൊണ്ട് അവർ ശാപം. ഇവ അതിനകത്ത് ഒതുങ്ങിയിരിക്കും, വേറെ ഇറങ്ങി പോകാൻ പറ്റില്ല. പണ്ടൊക്കെ ആണെങ്കിൽ വീട് സ്വാതന്ത്ര്യമായിട്ട് കൺട്രോളർ ചെന്ന് ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് വീടൊക്കെ അറേഞ്ച് ചെയ്യും, സ്വസ്ഥമായിട്ട് ഇരിക്കാനൊക്കെ സൗകര്യം ചെയ്യും. ഇപ്പം അതിനേക്കാൾ എളുപ്പമാണ് ഒരു ക്യാരവാൻ ഉണ്ടെങ്കിൽ അത് കൊണ്ട് തള്ളിക്കൊടുത്താൽ ആർട്ടിസ്റ്റ് അവിടെ ഇരുന്നോളും, കുറ്റമെല്ലാം പുറത്തേ അവർക്ക് ഒരുമിച്ച് പറയാം. അങ്ങനെ രണ്ട് രീതിയിലുണ്ട്. അതാണ് കൂടുതലും ക്യാരവാൻ ഉപയോഗിക്കാത്ത അതുകൊണ്ടല്ലേ, അറിയുകയും ചെയ്യണം. ഞാൻ ഉപയോഗിക്കാത്ത അതുകൊണ്ട് എനിക്ക് ആ പേടിയാണ്. അല്ല എൻ്റെ മോർച്ചറി കിടക്കണമല്ലോ തോന്നുന്നു. പിന്നെ പുറത്ത് നടക്കണമെന്ന് അറിയില്ല, നമ്മൾ എന്തെങ്കിലും പറയണമെന്നും ആയിരിക്കില്ല. അങ്ങനെയുണ്ട് അനുഭവങ്ങൾ ഒത്തിരിയുള്ള മനുഷ്യനല്ലേ ഞങ്ങളുടെ മുമ്പിലിരിക്കണത്. ഞങ്ങൾക്കിത് കേൾക്കാനാണ് ഇഷ്ടം അല്ലേ? അനുഭവങ്ങളുടെ ആശാൻ. എല്ലാത്തിലും ആശാൻ കുട്ടിയാന്ന് വിളിക്കുന്നത്. നീ മനഃപൂർവ്വം തന്നെ ആശാൻ. ഞാൻ ഫോണ് സേവ് ചെയ്തിട്ടിരിക്കുന്ന പോലും ആശാനും. ഫോണ് സേവ് ചെയ്തിട്ടിരിക്കുന്ന ആശാനും തന്നെ. എത്ര നാളായി ആശാന്റെ കൂടെ കൂടിയിട്ട്? കുറേ ആയി. പടങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിയും കാണലും വിളിക്കുകയൊക്കെ ചെയ്യും. അല്ലേ? വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ടോ? മെസ്സേജ് വാട്സാപ്പിലല്ലേ, ഞങ്ങളല്ലാതെ വിളിക്കും. അതല്ലേ? വിളിക്കും. മമ്മൂക്കാനെ വാട്സാപ്പ് ഇപ്പൊ ഈ ഇടയ്ക്ക് എടുത്തതേ ഉള്ളൂ. മമ്മൂക്ക ചൂടായി എടുപ്പിച്ചാന്ന് അല്ലേ? മമ്മൂക്കാനെ എടുക്കാം. മറ്റേ പടം കണ്ടിട്ട് വിളിച്ചപ്പം എങ്ങനെയായിരുന്നത്? അല്ല, വിളിച്ചിട്ട് പലപ്പോഴും കൂടെയുള്ളവരെല്ലാവരും ഞാൻ ഫോണൊന്നും എടുക്കാത്തതുകൊണ്ട് ഞാനും മോനെ വിളിച്ചോണ്ട് ഞാനും എല്ലാവർക്കും നമ്പർ മോനെ വിളിക്കണേന്ന് പറയുന്നത് അവരെ വിഷമിപ്പിക്കണ്ട. നമ്മളെടുത്ത് ധിക്കാരം ആവണ്ട, അവനാകുമ്പോൾ എടുത്തോളൂ, എല്ലാം കറക്റ്റാണ് പറഞ്ഞോളൂ മറുപടി എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം മമ്മൂക്കയ്ക്ക് ഇന്ന് അയാളെ വിളി, അത് മോൻ്റെ നമ്പരേ ഉള്ളൂ എന്ന് പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും അവനെ വിളിച്ചിട്ട് അതിൻ്റെ അച്ഛൻ്റെ കൊടുന്ന് പറഞ്ഞിട്ട്. സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ട് അജി മസ്കറ്റ്. പുള്ളിയാണ് വാട്സപ്പ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തത്. വാട്സാപ്പ് എപ്പോഴും അതിൽ ആദ്യത്തെ മെസ്സേജ് വരുന്നത് മമ്മൂക്കയുടെ. അതല്ല, ആദ്യത്തെ മെസ്സേജ് വന്നു വാട്സാപ്പിൽ. എന്തായിരുന്നു എഴുതിയത്? അല്ല സാറ് എന്തോ പറഞ്ഞു സാർ, വാട്സപ്പ് എടുത്തല്ലേ ശരിയാക്കി എന്നൊക്കെ പറഞ്ഞു. ആദ്യ മെസ്സേജ് മമ്മൂക്കാടെ വന്നു. ഗുഡ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. ഇപ്പൊ കൊളയൊക്കെ പോയപ്പോ കുറെ പെൺപിള്ളേരുടെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നീ ഒന്നും അറിയാത്തോണ്ടാ. അപ്പോഴതെ ഇപ്പൊ പണിയെല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോഴെങ്കിൽ വാട്സപ്പൊക്കെ സെറ്റ് ആയപ്പോ ഇപ്പൊ നമ്മളടുത്തൊന്നും ചോദിക്കത്തൊന്നുമില്ല. മറ്റേ സംശയങ്ങൾ ചോദിക്കായിരുന്നല്ലേ? ഈ വാട്സപ്പ് ഞാനിങ്ങനെ ചോദിച്ചായിരുന്നു, വാട്സപ്പ് എടുത്തല്ലേ? വാട്സപ്പ് എടുത്തത് നീ നോക്കാം. അപ്പം അതിൻ്റെ അകത്ത് ഏതോ ഒരു പുതിയ പടത്തിൻ്റെ ടൈറ്റിലോ എന്തോ അവർ ഷെയർ ചെയ്ത് കൊടുത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അവർ ടൈറ്റിൽ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടല്ലോ, അത് ഇടണ്ടേ? അയ്യോ കുഴപ്പമാവുമോ? അതാണ് അങ്ങനെ ഒരു മനുഷ്യൻ. അപ്പം ഞാൻ പറഞ്ഞു, അല്ല അത് അവർ ഇട്ട് തന്നെ, നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇട്ട് തന്നെ. ആണല്ലേ? അത് അങ്ങനെ ആയിരുന്നു. നമ്മൾ കണ്ട അവരറിയില്ലേ? കണ്ടറിയില്ല, തിരിച്ചത് അതിട്ടില്ല മോശമല്ലേ അതൊക്കെ അറിയാം. എന്നിട്ട് ആ ബ്ലൂടൂത്ത് ഒഴിവാക്കി കൊടുക്കാൻ പറ്റില്ല. ബ്ലൂടൂത്ത് അതായത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടെന്നുള്ളത് അവർക്ക് അറിയുന്നത് നീല ശരി വീഴും, ബ്ലൂടൂത്ത് വീഴും. അത് ഒഴിവാക്കിയും വെക്കാം. അങ്ങനെ ചെയ്യും. ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മള് നേരെ പോ. ചിലപ്പോ നമ്മൾ ഇത് ബഹുമാനിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ആ നമ്പർ മാറ്റി എഴുതിയിട്ട് സാധാ ഫോണിൽ വിളിച്ച് മറുപടി പറയും. അങ്ങനെ ഉണ്ടല്ലേ? അതൊന്ന് അല്ലാതെ അതിൽ പോയാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കയറി ക്യാമറയിലൊക്കെ വരും, റെക്കോർഡിംഗ് ഒക്കെ വരും അല്ലേ? ആ പഴയ നമ്പറിൽ തന്നെയല്ലേ വാട്സാപ്പ് ഉള്ളതും? അപ്പൊ 2 ഫോൺ കൊണ്ട് നടക്കമുണ്ടോ? ചെറുതും കൊണ്ട് നടക്കമുണ്ടോ? ചെറുത് വെച്ചിട്ടുണ്ട്, എപ്പോഴും വശമില്ലാന്ന് കണ്ടാൽ അതൊക്കെ ഊരി അതിലോട്ടിട്ട് ചെറുത് കൊണ്ട് നടക്കുന്നുണ്ടല്ലേ? ആശാൻ ഇങ്ങനെ തന്നെ നിൽക്കണം, എക്കാലവും ഇങ്ങനെ തന്നെ നിൽക്കണം. ദൈവം നമുക്ക് എത്ര നാൾ അഭിനയിക്കാൻ ആയുസ് തരുന്നു അത്രയും നാളും അഭിനയിച്ച് തന്നെ നിൽക്കണം. ഇന്ദ്രൻ സാറിൻ്റെ കാണാനാണ് പ്രേക്ഷകർ എന്നും ഉള്ളത്. അന്നു മുതൽ ഇന്ന് വരെ ഇങ്ങനെ നിങ്ങൾ ചെയ്തു പോകുന്ന ഓരോ കഥാപാത്രങ്ങളും അതിപ്പം ആശാനിലെത്തി നിൽക്കുന്നു. ഇനിയും ഇറങ്ങാൻ കിടക്കുന്നു കുറേ സിനിമകൾ, എല്ലാം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ. ഞാൻ ഉൾപ്പെടുന്ന തലമുറ ഞാനൊക്കെ ഒരു തലമുറയായിരിക്കും കേട്ടോ. ഞാനകത്ത് കയറി പിടിക്കണ്ട, കയറി പിടിക്കേ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഉൾപ്പെടെ നമ്മളെല്ലാന്ന് ചിലപ്പോൾ പറയും ചാടി കയറി. അപ്പം അത് നേരത്തെ ഒന്ന് പറഞ്ഞു അഡ്വാൻസ്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള തലമുറ കേട്ടോ. ഒരു നോട്ടം കണ്ടോ? എനിക്ക് മനസ്സിലായി, അറിയാം. നോട്ടത്തിൽ എനിക്ക് പിടി കിട്ടി, മനസ്സിലായല്ലേ? കൊച്ചുമോനാണെങ്കിലും എനിക്കറിയാമല്ലോ, ഇളയവനാണെങ്കിലും നമുക്കറിയാമല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഉൾപ്പെടെയുള്ള തലമുറയ്ക്ക് പകർന്നു തരുന്നത് ഇപ്പോഴത്തെ തലമുറയ്ക്കും പകർന്നു കൊടുക്കുന്ന നടൻ. ആ നടൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നത് തന്നെ ഭാഗ്യം. ഇത്രയും സമയം ചെലവഴിക്കാൻ കഴിഞ്ഞത് ഭാഗ്യം. അടുത്ത സിനിമകൾ ഇറങ്ങാനുള്ള എത്ര സിനിമകളുണ്ട് ചേട്ടാ? 3 ഉണ്ട്. പറയില്ലേ? 3-4 ഉണ്ട്. അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ് ഇപ്പം? അടൂർ സാറിൻ്റെ മുക്കാട് കൂടെ
പദയാത്ര. എങ്ങനെയുണ്ട് അവിടെ ലൊക്കേഷനിൽ? ആ അണ്ണൻ വാ, എന്തൊരു സമാധാനം, സൈലന്റാ. അത് ഭയങ്കരമാണ്. അത് സിംഗ് സൗണ്ടാ. ഞാൻ ഒരു വട്ടം പോയി. ഞാൻ ഒരു വട്ടം പോയി. പോയായിരുന്നല്ലേ? നല്ല രസമാണ്. വരണേ. ഓടി നടക്കും. മോണിറ്ററിൻ്റെ അടുത്ത് ഇരിക്കൊന്നുമില്ല സാറ്. ആ ഓടി വന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയാനുള്ള രഹസ്യമായിട്ട് പറഞ്ഞു തന്ന് വീണ്ടും പോകും. ഭയങ്കര സൈലന്റ് ആണ് അവിടെ. അടൂർ സാറൊക്കെ വന്ന് പറഞ്ഞിട്ട് പോകുന്നല്ലേ? അല്ല, ആളുടെ ആ പ്രായത്തില് ഞാൻ പറഞ്ഞത്. അല്ലാത്ത അടങ്ങി അവിടെ കാരവാനിൽ ഇരുന്നുകൊണ്ട് ഓർഡർ മൈക്കിൽ കൂടെ ഒന്നുമല്ല, അടുത്ത് വന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. അതൊക്കെ കണ്ടു പഠിക്കേണ്ടവരാണ് എല്ലാവരും, അന്നും ഇന്നും ഉള്ളവരൊക്കെ അല്ലേ? ഇന്ദ്രൻസേട്ടന് എന്തോരം എക്സ്പീരിയൻസ് ആണ് ഇന്ദ്രൻസേട്ടാ പറയുവാണെങ്കിൽ. മമ്മൂക്കാട് കൂടെ എത്ര പടമായി? മമ്മൂക്കയുടെ കൂടെ കുറച്ചേ ഉള്ളൂ. മമ്മൂക്കയുടെ കൂടെയൊക്കെ നമുക്ക് അപൂർവമായിട്ട് അല്ലേ കിട്ടുള്ളൂ. ലാലേട്ടൻ്റെ കൂടെ അതും അത്ര അറിയാം. ഈ രണ്ടുപേരുടെ കൂടെ നമുക്ക് വളരെ പേടിച്ച് പതുങ്ങി അപ്പോഴപ്പോഴും കിട്ടണതേ ഉള്ളൂ. അവരുണ്ട് വീട്ടിൽ ചെന്ന് പറയണ പരാതിയായി ഇപ്പോൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറയാൻ ഓരോ ആളുണ്ട് എന്നതുപോലെയാണ്. അതെ അല്ലേ? അവരോട് ഒത്തുള്ളത് കുറവാണ്, എങ്കിലും നിരന്തരമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് സാന്നിധ്യം എന്നുള്ളതാണ്. അതെ അതെ, സാന്നിധ്യം എന്നും ഉണ്ടല്ലോ. ഇനി അടുത്ത സിനിമ? അടുത്ത പ്രേംപാറ്റ, അമീർ പള്ളിക്കലിലെ ചേട്ടൻ്റെ പടം. അത് തുടങ്ങിയോ? ഇല്ല, ഏപ്രിലിൽ തുടങ്ങാൻ പോകുന്നല്ലേ? ഇറങ്ങാനുള്ളത് കാലന്റെ തങ്കക്കുടം, മറ്റേ വിജയബാബുന്റെ. ഇനി കുറച്ച് ഷൂട്ടിങ്ങുണ്ടോ അല്ലേ? കഴിഞ്ഞോ? എന്റെ പാർട്ട് കഴിഞ്ഞു. പാലക്കാട് നടന്നു. ഇവര് ദേവലോ യമപുരിയിലുള്ളവരാ. ബാക്കി പോർഷനൊക്കെയാണ് ഇനി നാട്ടിലുള്ള എടുക്കാനുള്ളത്. ഉഗ്രസാധനമാണ്. ഏതാണ്? സുഖമാണോ 13-ാം തീയതി റിലീസ് ചെയ്യാൻ പോണു. ചെയ്തുകൊണ്ടിരിക്കുന്ന പടം അൽത്താഫ് സലീം നായകനായിട്ടുള്ളൊരു പടം. അതിപ്പോൾ കഴിഞ്ഞു. ഇന്നലെ പാലക്കാട് ഒറ്റപ്പാലല്ലേ? ഒറ്റപ്പാലം സോഹനൊക്കെ അതിനകത്ത് ഒറ്റപ്പാലത്ത് ഇന്നലെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? പാക്കപ്പ് ആയത്. ഇനി അടുത്തത് പുതിയത് വരാൻ പോകുന്നു. ഇനി മാർച്ച് ഏപ്രിലൊക്കെ ഓൾറെഡി പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടനോട് അഭിനയിച്ച്, മമ്മൂക്കാടോട് അഭിനയിച്ച്. ചേട്ടാ പിന്നെ പയല് തന്നെ അല്ലേ? എങ്ങനെ പറയണം? തിരുവനന്തപുരം ഭാഷയിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയണം? പന്ന പയല്. അയ്യോ, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഇന്ദ്രസേട്ടനെ ഇത് പറഞ്ഞില്ലെങ്കിൽ സുഖം കിട്ടും നമുക്ക്. ഞാൻ ആലോചിച്ചു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്ദ്രസേട്ടാ. അപ്പൊ എല്ലാം നന്നാകട്ടെ. എക്കാലവും ഈ ചിരി ഇങ്ങനെ തന്നെ തുടരുക. നമ്മളെ പടം ലൈക്ക് വാങ്ങിച്ചു തരണം. ഇഷ്ടപ്പെട്ട ഒരു ആശാൻ ഒരു ലൈക്ക് അല്ല, തംസപ്പാണ് അത് പറഞ്ഞ ഇഷ്ടപ്പെട്ട പടം ഇഷ്ടപ്പെട്ട ആശാൻ ഒരു തംസപ്പ് മറക്കണ്ട. ആശാനും പിള്ളേർക്കും ഒരു തംസപ്പ് കൂടെ അതിനോടൊപ്പം ശിഷ്യന്മാർക്കും എല്ലാവർക്കും ശിഷ്യന്മാർക്ക്. അപ്പോൾ ഒത്തിരി സന്തോഷം മൂന്നുപേരോടും. ഈ സമയത്ത് ഞാൻ ധൈര്യമായിട്ട് പറയുന്നു, നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാനുള്ളവർ എത്രയും പെട്ടെന്ന് കാണണം. കാരണം ഇനിയിപ്പോൾ റംസാനൊക്കെ വരികയാണ്. അതിന് മുമ്പ് കാണേണ്ടവർ കണ്ടു തീർക്കുക. റംസാൻ ഉണ്ടെങ്കിലും ഈ സിനിമ നിലനിൽക്കുന്നതാണ്. അത്തരമൊരു സിനിമ പറയുന്ന തൻ്റെ ഇടത്തോടു കൂടി ഈ സംവിധായകൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഇന്ദ്രസേട്ടൻ തുടക്കത്തിൽ പറഞ്ഞ സിനിമ ചെയ്യാൻ വരുന്നവർക്ക് ഇതൊരു മെസ്സേജ് കൂടിയാണ്. ഈ സിനിമ മാക്സിമം തിയേറ്ററിൽ തന്നെ കാണുക. തിയേറ്ററിൽ തന്നെ കാണും. താങ്ക് യു.